ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, ഒരിക്കൽ ഗുരുദേവൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി സന്ദർശിച്ച സമയത്ത് അവിടെ ചിന്തുപൂന്തറ എന്ന ഗ്രാമത്തിൽ ഉള്ള ഒരു മഠത്തിൽ ചെല്ലുകയുണ്ടായി. ആ നാട്ടിൽ മഴ പെയ്യാതെ വരൾച്ച ബാധിച്ച് കൃഷിയൊക്കെ നശിച്ച് ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു അത്. മലയാളത്തിലെ ദിവ്യനായ സ്വാമി വന്നിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ കുറേ നാൾ താമസിക്കുകയാണെങ്കിൽ ഇവിടെ മഴ പെയ്യും എന്ന് അവിടെയുള്ളവർക്ക് തോന്നി. മഠത്തിലെ സന്യാസിമാർ ഗുരുവിനെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു. അങ്ങ് ഇനി 1 വർഷം കഴിഞ്ഞേ ഇവിടെ നിന്ന് പോകാവൂ എന്ന് അവർ ഗുരുദേവനോട് പറഞ്ഞു. നാം 1 വർഷം കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്ന് ഗുരുദേവനും പറഞ്ഞു. ഇത് കേട്ട മഠത്തിലെ മഠാധിപതി ഗുരുദേവന് ദീർഘനാൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വ്യാപൃതനായി. എന്നാൽ ഗുരുദേവന്റെ സഹചാരികളായ സന്യാസിമാർക്ക് ഇതിൽ അത്ഭുതവും വിഷമവും തോന്നി. ഗുരുദേവൻ 2-3 ദിവസത്തിൽ കൂടുതൽ മറ്റൊരിടത്തും താമസിക്കാറില്ല. ആ നാട്ടിൽ കൂടുതൽ നാൾ താമസിക്കുവാൻ ഗുരുദേവ ശിഷ്യന്മാരായ ആ സന്യാസിമാർക്ക് ഇഷ്ടവുമായിരുന്നില്ല. അന്ന് രാത്രി ശക്തമായ ഒരു മഴ പെയ്തു. പാടങ്ങളും കുളങ്ങളും നദികളും എല്ലാം നിറഞ്ഞു കവിയും വിധം ഉള്ള മഴയായിരുന്നു അത്. പിറ്റേ ദിവസം രാവിലെ ഗുരുദേവൻ അവിടെ നിന്നും പോകാനുള്ള ഒരുക്കങ്ങളായി. അത് കണ്ട മഠാധിപതി സ്വാമിയെ തൊഴുതുകൊണ്ട് ചോദിച്ചു, അങ്ങ് ഇവിടെ 1 വർഷം താമസിക്കാമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങേക്ക് എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടായോ? ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം. ഗുരുദേവൻ പറഞ്ഞു, ഇഷ്ടക്കേടൊന്നും ഉണ്ടായില്ല. നാം 1 വർഷം കഴിയുന്നത് വരെ താമസിക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഇന്നലെ രാത്രിയിൽ 1 വർഷം ഉണ്ടായല്ലോ. ഇനി നാം ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇത് കേട്ട് അവിടെ നിന്നവരെല്ലാം ഗുരുവിൻ്റെ പാദങ്ങളിൽ വീണു വണങ്ങി. ആ കാലത്ത് കൃഷ്ണൻ വൈദ്യൻ എന്ന ഒരു പ്രശസ്തനായ വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്താനം വാഴുന്നില്ല. ജനിക്കുന്ന കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നു. ഇതിൻ മൂലം അദ്ദേഹവും പത്നിയും വളരെ ദുഃഖിതരായിരുന്നു. കൃഷ്ണൻ വക്കീൽ ഒരു ഗുരുഭക്തനായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടായാൽ തനിക്ക് ദീർഘായുസ്സായ ഒരു പുത്രനുണ്ടാകും എന്ന്. അദ്ദേഹം തൻ്റെ ഭവനത്തിൽ ഒരു മുറി ഗുരുദേവനായി ഒരുക്കി. ഗുരുദേവൻ വന്നാൽ വിശ്രമിക്കാനുള്ള ഇരിപ്പിടവും മറ്റും ഒരുക്കി വെച്ചു. ഗുരുദേവന് കാണിക്ക ഇടാനുള്ള ഒരു പാത്രവും വെച്ചു. അതിൽ കാണിക്ക ഇടുന്നതും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും പതിവാക്കി. അങ്ങനെ ഇരിക്കെ അവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു. പുത്രന് ദീർഘായുസ് ഉണ്ടാവാനായി കൃഷ്ണൻ വക്കീലും ഭാര്യയും നിത്യവും ഗുരുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ കുട്ടിയുടെ അന്നപ്രാശത്തിന് ഗുരുദേവൻ ആരും ചെന്ന് വിളിക്കാതെ തന്നെ ഇവിടെ വരണം. ഗുരുദേവന്റെ കൈകൊണ്ട് എൻ്റെ പുത്രന് അന്നപ്രാശം നടത്തണം എന്നെല്ലാം അവർ ആഗ്രഹിച്ചു. അവർ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ കുട്ടിക്ക് 6 മാസം പ്രായമായപ്പോൾ ഗുരുദേവൻ ആ ഭവനത്തിൽ വരികയും കുട്ടിക്ക് ചോറ് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്തു. ആ കുട്ടി ദീർഘായുസ്സായി ജീവിക്കുകയും ചെയ്തു. നമസ്കാരം.